57-കാരൻ നിപ്പ ബാധിച്ചു മരിച്ച പാലക്കാട് കുമരംപുത്തൂരിൽ കർശനമായ നിയന്ത്രണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുമരംപുത്തൂർ, അതുപോലെ കാരക്കുറിശി, കരിയമ്പുഴ പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലുമായി 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം പ്രവർത്തിക്കരുത് എന്ന കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അജിത് ബാബു ആണ് നമുക്കൊപ്പം പാലക്കാട് നിന്ന് ചേരുന്നത്. അജിത്തിനോട് ചോദിക്കാം നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. അജിത്തെ, ഗുഡ് മോർണിംഗ്. ഈ നിപ്പ ഇത് ആശങ്കയായി തന്നെ നിലനിൽക്കുന്നു. ഇന്നലെ ആരോഗ്യമന്ത്രി അടക്കം 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താണ് പാലക്കാട്ടെ നിലവിലെ സാഹചര്യം അജിത്തെ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ഇത്തരത്തിൽ നാട്ടുകൽ സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 6 അതായത് കിലോമീറ്റർ സ്ഥിരീകരിച്ച സ്ഥലത്തിന് ചുറ്റും 3 കിലോമീറ്റർ പരിധിയിൽ 6 വാർഡുകൾ മാത്രമായിരുന്നു കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ 17 വാർഡുകൾ, പ്രത്യേകിച്ചും അത് കുമരംപുത്തൂർ പഞ്ചായത്തിലെ 7 വാർഡുകൾ, കാരക്കുറിശി പഞ്ചായത്തിലെ 3 വാർഡുകൾ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 4 വാർഡുകൾ, അതുപോലെ തന്നെ കരിമ്പുഴ പഞ്ചായത്തിലെ 3 വാർഡുകൾ ഉൾപ്പെടെ 17 വാർഡുകളാണ് ഇത്തരത്തിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, റൂട്ട് മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കി നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ സഞ്ചരിച്ച 57-കാരൻ്റെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ പ്രാഥമികമായി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുള്ളതെന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നത്. CCTVയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു 46 പേരുടെ പ്രാഥമിക സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒക്കെ വലിയ സഹായം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ 3 ആശുപത്രികൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് 2 ആശുപത്രികളിൽ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സ എടുത്തത്. മണ്ണാർക്കാടെയും വട്ടമ്പലത്തെയും ആശുപത്രികളിലാണ് അതിനു മുമ്പ് ചികിത്സ നടത്തിയത്. അതുകൊണ്ട് അവിടുത്തെ എല്ലാം CCTV കേന്ദ്രീകരിച്ച് ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് നിലവിൽ പ്രാഥമികമായിട്ടുള്ള സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, നേരിട്ട് സമ്പർക്കമുണ്ടായ ആളുകളുടെ കൂടി ഉൾപ്പെടുത്തി 46 പേരുടെ ഇത്തരത്തിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇനിയും കൂടുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോലീസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത്. സേതു, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ റൂട്ട് മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കിയ പശ്ചാത്തലത്തിൽ ഈ നാട്ടുകാരോടൊക്കെ തന്നെ ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അനാവശ്യമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് പാലക്കാടും മലപ്പുറത്തുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ജാഗ്രതാ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം മാസ്ക് ഉപയോഗിക്കാതെ പുറത്തിറങ്ങുക, കൂട്ടം കൂടുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പൂർണ്ണമായും അറിയിച്ചിട്ടുണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ അനുമതി വാങ്ങിയിരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട്. ഏതാണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടിയാണ് പാലക്കാട് ഈ കാര്യങ്ങൾ കാണുന്നത്. കാരണം നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ആളല്ല എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് കണക്കുകൂടുന്നത്. പക്ഷേ വീണ്ടും ഒരു നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. മുമ്പുണ്ടായിരുന്ന കേസുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായൊരു പരിശോധനയാണ് നടക്കുന്നത്. മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ഉൾപ്പെടെ ചേരും. അതിനുശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കും. നിലവിൽ ഈ കാര്യത്തിൽ കർശനമായ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം രണ്ടാമതൊരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് അത്രത്തോളം ഗൗരവമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ജില്ലയിലാകമാനം ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അനാവശ്യമായ കൂട്ടം കൂടുതലുകളൊക്കെ ഒഴിവാക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നിപ്പയെ കാണുന്നത്. നിപ്പയുടെ രണ്ടാമതൊരു വ്യക്തമാണ്. ഞാൻ അടുത്ത മണിക്കൂറിൽ കുറച്ചും കൂടി വിശദമായിട്ട് അജിത്തിലേക്ക് എത്താം. പാലക്കാട്ടെ നിപ്പ സാഹചര്യം അത് അല്പം ആശങ്കപ്പെടുത്തുന്നതാണ് നമ്മളെയൊക്കെ. അവിടെ ഈ കർശനമായ നിപ്പ ജാഗ്രത, കണ്ടെയ്ൻമെന്റ് സോണുകൾ, മാസ്ക് ധരിച്ച് പുറത്തേക്കിറക്കുക, കൂട്ടം കൂടുന്നതിന് വിലക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അജിത്ത് പറഞ്ഞതുപോലെ അതിൽ ഈ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യ വകുപ്പിനെയൊക്കെ കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരാൾക്കല്ല ഇപ്പോൾ പുതിയതായി നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്.